എത്ര കുഞ്ഞു കിച്ചണാണെങ്കിലും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് കിട്ടുന്ന ആ ഒരു ഊർജ്ജവും സന്തോഷവും എത്രത്തോളം വലുതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുത്തുള്ള 2 ഡിഷ് റാക്സാണ്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ഇതാണ്. വളരെ ചെറിയ പൈസക്ക് ടെമുവിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അതിൽ വെള്ളം വാരാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ ഈ ഹോളിലൂടെ വെള്ളം മുഴുവനായിട്ടും പോയിട്ട് ഇതെപ്പോഴും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫിക്സിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു അറിവിൻ്റെയും ആവശ്യമില്ല. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ പീസസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു പീസ്, പിന്നെ മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങനെ അല്ലല്ലോ ഫോൾഡ് ചെയ്ത് മേലേക്ക് ഇങ്ങനെ ഫോൾഡായിട്ട് ഇങ്ങനെയാണ് മേലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള പീസസ് ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അത് ഫിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ കിച്ചണാണ്, അപ്പോൾ എനിക്ക് സ്ഥലം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നോക്കിയിട്ട് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. സിങ്കിൻ്റെ മേലെ തന്നെയാണ് വെച്ചത്. ഇതൊക്കെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ വരുന്ന എല്ലാ വെള്ളവും ഒരു ഡ്രോപ്പ് പോലും ഇല്ലാതെ മുഴുവനായിട്ടും താഴേക്ക് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ബാസ്ക്കറ്റിൽ അങ്ങനെയായിരുന്നു ഞാൻ മുന്നേ ചെയ്തിരുന്നത്. വേറെ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് റാക്കിൻ്റെ മേലേക്ക് കയറ്റി വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ എളുപ്പമായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വിലയേക്കാളേറെ നല്ല വേർത്തായിട്ടുള്ള സാധനമാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഐക്കിയ എന്നൊക്കെ വാങ്ങിയ കുഞ്ഞു പ്രൊഡക്ട്സ് ഉണ്ട്. അത് നമ്മുടെ കിച്ചണ് നല്ല ഭംഗിയും നൽകും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതുപോലെ പാത്രങ്ങളൊക്കെ വെള്ളത്തോടൊക്കെ കൂടെ തന്നെ നമുക്ക് കഴുകിയ ഉടനെ അതിലേക്ക് വെക്കാം. വെള്ളം നന്നായിട്ട് വാർന്നു പോകും. പിന്നെ 2 സൈഡുകളിൽ, ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മറ്റേ സൈഡിൽ നമുക്ക് സ്പൂൺസും കത്തികളും നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണ് കുന്തവും കോലും ഒക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ മറ്റേ സൈഡിലും ഉണ്ട്. കൊടുത്ത വിലയേക്കാൾ ഏറെ മൂല്യമുള്ള ഈ പ്രൊഡക്റ്റ് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതിങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ അതിനേക്കാളേറെയാണ്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ്. ഇതിന് ഗുണവുമുണ്ട്, അതുപോലെ തന്നെ ദോഷവുമുണ്ട്. ആദ്യം ഞാനിതിൻ്റെ ഗുണം പറയാം. ഒന്ന്, ഫിക്സിങ് എളുപ്പമാണ്. ഇങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു ഉപകാരം എന്ന് പറയുന്നത് അതാണല്ലോ, നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് എന്താണോ വെക്കേണ്ടത് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹോൾസാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഏതിലാണോ വെക്കുന്നത് അതുപോലെ ഇതിൻ്റെ സൈസും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഞാൻ എനിക്ക് എന്താണോ വെക്കാനുള്ളത് അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, 2 സൈഡിൽ വെച്ചതിന് ശേഷമുള്ള അവിടെ നമുക്ക് കുറച്ച് വലിയൊരു സ്പേസാണ് കിട്ടുക അതിൻ്റെ ഇടയിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണയായിട്ട് വെക്കുന്നത്, എൻ്റെ കയ്യിൽ കുറേ മൂടികളുണ്ട്, പാത്രങ്ങളുടെയൊക്കെ മൂടികൾ. അപ്പോൾ അതാണ് ഞാനിതിൽ വെക്കുന്നത്. അപ്പോൾ ആ മൂടികളൊക്കെ ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ കിച്ചൺ. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ല, ഇതിങ്ങനെ വലിയ മൂടികളും ഒക്കെ വെക്കാനുള്ള ഒരു സൈസ് അതിനുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ഞാൻ മിക്കവാറും ഒന്നിൽ ചായപാത്രം വെക്കും, കാരണം വലിയതല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം. ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളം വാർന്നു പോകാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ താഴ്ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കണം വെള്ളം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയതിൻ്റെ ശേഷം അതിലേക്ക് വെക്കണം. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത്, ഈ കട്ട്ലറി ഓർഗനൈസർ ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ വാളിലോ നമുക്ക് ഇഷ്ടമുള്ളിടത്തോ എവിടെ വേണമെങ്കിലും അത് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എന്നെ അറിയിച്ചേക്കണം. ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം.